നമ്മുടെ നാട്ടിൽ ഈ അടുത്തുണ്ടായ ഏറ്റവും വലിയൊരു ജൂൺ 5 പരിസ്ഥിതി ദിനമാണ്. വലിയ പാരിസ്ഥിതിക ആഘാതമുണ്ടാക്കുന്ന ഒരു ദുരന്തമായിരുന്നു കൊച്ചി തീരത്തുണ്ടായ കപ്പൽ മുങ്ങിയത്. അതിന്റെ മുഴുവൻ വിവരങ്ങളും എല്ലാ ഡീറ്റെയിൽസും പുറത്തുവിടണമെന്ന് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്നാണ് കോടതി പറയുന്നത്. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യം, അങ്ങനെ ഒരു വിഷയത്തിൽ ഈ വിവരങ്ങളെല്ലാം കോടതിക്ക് മുന്നിലേക്ക് വരട്ടെ. കണ്ടെയ്നറുകൾ മുങ്ങിയതിന്റെ പരിണിത ഫലം എന്താകുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നു ഹൈക്കോടതി. പ്രദീപ് ജോസഫാണ് വിവരങ്ങളുമായി എത്തുന്നത്. പ്രദീപ്, ഈ കണ്ടെയ്നറുകൾ മുങ്ങിയപ്പോൾ തന്നെ ആദ്യം തന്നെ വലിയ ആശങ്കയായിരുന്നു. എന്താണ് കടലിൽ സംഭവിക്കുക? ഇത്തരം ഉൽപ്പന്നങ്ങൾ, ഇത്തരം രാസവസ്തുക്കൾ കടലിൽ കലർന്നാൽ മത്സ്യസമ്പത്തിന്റെ വളരെ വലിയ കേന്ദ്രമായി, ഇന്ത്യയിലെ തന്നെ ഏറ്റവും രുചികരമായ മത്സ്യത്തിന്റെ ഒരു പ്രദേശം എന്ന് കരുതുന്ന നമ്മുടെ കൊല്ലം മുതൽ ആലപ്പുഴ വരെയുള്ള ആ മേഖല, എറണാകുളം റീജിയനിലേക്ക് നീളുന്ന ആ മേഖല, അവിടെ എന്ത് പരിസ്ഥിതി ആഘാതമുണ്ടായി എന്ന ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ഇപ്പോൾ പറയുന്ന വലിയ കുഴപ്പമില്ല, മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ കടലിൽ പോകുന്നുണ്ട്, മത്സ്യമെല്ലാവരും വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഹൈക്കോടതി എത്രത്തോളം ഗൗരവത്തിലാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്? കോടതി എന്ത് നിർദ്ദേശമാണ് നൽകുന്നത്? രതീഷ്, 2 ആഴ്ച മുൻപാണ് MSC എൽസ 3 എന്ന ചരക്ക് കപ്പൽ 634 കണ്ടെയ്നറുകളുമായി കൊച്ചി തീരത്ത് നിന്ന് ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെ മുങ്ങിയത്. അതിനുശേഷം ഈ ഭാഗത്ത് മത്സ്യബന്ധനം പാടില്ല, കണ്ടെയ്നറുകൾ ഒഴുകി വരികയാണെങ്കിൽ യാതൊരു കാരണവശാലും തുറക്കാൻ പാടില്ല, അതിൽ സ്പർശിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നത്. ഇതിനിടെയാണ് ഇക്കാര്യങ്ങളിൽ വ്യക്തത ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത്. മുൻ MPയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാവുമായ TN പ്രതാപനാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഒപ്പം ചില മത്സ്യത്തൊഴിലാളി സംഘടനകളും കോടതിയിലെത്തിയിരുന്നു. ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തൊക്കെ വസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് എന്നത് ജനങ്ങളോട് വ്യക്തമാക്കണമെന്നാണ്. അതായത് സംസ്ഥാന സർക്കാർ ഇക്കാര്യം സർക്കാരിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് അത് നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങൾ മറച്ചുവെക്കേണ്ട ഒന്നല്ല, കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവ പ്രസിദ്ധീകരിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടർന്ന് 2 ആഴ്ചയ്ക്കകം കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഈ കേസ് പരിഗണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചത് സംബന്ധിച്ച കാര്യങ്ങൾ സർക്കാർ വിശദീകരിക്കുകയും ചെയ്യണം. ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന വസ്തുക്കൾ ജനങ്ങളുടെ ജീവനെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുന്നവയാണോ എന്ന് വ്യക്തമാക്കാൻ കൃത്യമാണ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണിത്, ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും പുറത്തേക്ക് വിടണം എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി പറയുന്ന അതിന്റെ ഒരു മറുഭാഗം എന്നത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളി സംഘടനകൾ, അവരുടെ പ്രതിനിധികൾ, അവരൊക്കെ നമ്മുടെ ഓഫീസിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ കടലിൽ പ്രകടമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, ഈ മാറ്റം പ്രശ്നമുണ്ട് എന്ന് പലരും പറയുന്നതല്ലാതെ, അങ്ങനെ അഭിപ്രായങ്ങൾ വരുന്നതല്ലാതെ അങ്ങനെ കാര്യമായ മാറ്റം മത്സ്യസമ്പത്തിന് സംഭവിച്ചിട്ടില്ല എന്നവർ പറയുന്നു. സാധാരണ നിലയിലേക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് മീൻ വാങ്ങരുത്, അവരുടെ ഉപജീവന മാർഗ്ഗത്തെ, അവരുടെ ജീവിതത്തിൽ അതിലേക്കാണ് ഞാൻ വരുന്നത്. അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇപ്പോൾ ഇറച്ചി വില 2 ആഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് 100 രൂപയായിരുന്നു 1 കിലോ ചിക്കന്റെ വില. 100 രൂപ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ വാങ്ങിയതാണ് 100 രൂപ വില ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത് 160 രൂപയിലേക്കും മറ്റുമാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ മറ്റ് മീറ്റ് ഐറ്റംസിന്റെ വിലയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. അത് മത്സ്യം കനത്ത മഴ, ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കടലിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകുന്നില്ല, മത്സ്യത്തിന്റെ ലഭ്യത വലിയ തോതിൽ കുറവായിരുന്നു. കായൽ മത്സ്യങ്ങൾക്ക് പെട്ടെന്ന് കരിമീൻ ഉൾപ്പെടെയുള്ള കായൽ മത്സ്യങ്ങൾക്ക് 100-150 രൂപ കിലോയ്ക്ക് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ മത്സ്യത്തൊഴിലാളികൾ, തീരത്തെ മത്സ്യത്തൊഴിലാളികളും അവരുടെ സംഘടനാ പ്രതിനിധികളും പറയുന്നത് ഈ ഇറച്ചി അതുപോലെ തന്നെ കായൽ മത്സ്യ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ആളുകൾ അനാവശ്യമായ ക്യാമ്പയിൻ നടത്തുന്നു. അങ്ങനെ ഈ മത്സ്യമാരും വാങ്ങാത്തൊരു സ്ഥിതിയിലേക്ക് പോകരുത് എന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാകേണ്ടത് ശാസ്ത്രീയമായി തന്നെയാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ വാദം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ആശങ്ക പറയുന്ന ആളുകളുടെ വാദം മറുഭാഗത്ത് നിൽക്കുന്നു. കൃത്യമായി എന്താണ് അവിടെ സംഭവിച്ചത്, ഈ മത്സ്യം കഴിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല എന്നത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആവർത്തിച്ച് പറയുമ്പോഴും ഹൈക്കോടതി അതിനെ ഗൗരവത്തിൽ എടുത്തിരിക്കുകയാണ്. എന്തായാലും കോടതിയിൽ വിവിധ ഏജൻസികൾ ആ നിലപാട് കൃത്യമായി വിശദീകരിക്കട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.